കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. ലോക്കൽ മാർക്കറ്റിൽ വെളിച്ചെണ്ണ വിൽപ്പന ഉയർന്നു. റബ്ബർ വില ഉയർന്നു. കുരുമുളക് വരവ് കുറഞ്ഞു. കാങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 31,975 രൂപയിലാണ് വ്യാപാരം നടന്നത്. കൊച്ചി മാർക്കറ്റിൽ എണ്ണവില കിൻഡലിന് 300 രൂപ വർദ്ധിച്ച് 30,500 രൂപയായി. കൊപ്ര 20,400 ഇടപാടുകൾ നടന്നു. നഗരപ്രദേശങ്ങളിലെ ചെറുകിട വിപണികളിൽ പച്ചത്തേങ്ങ കിലോ 80 രൂപയിലാണ് വിൽപ്പന നടന്നത്. ബാങ്കോക്ക് റബ്ബർ മാർക്കറ്റ് നീണ്ട അവധിക്ക് ശേഷം ഇടപാടുകൾ പുനരാരംഭിച്ചത് റബ്ബറിന്റെ വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. 3-ാം ഗ്രേഡ് ഷീറ്റ് വില കിൻഡലിന് 18,873 രൂപയായി ഉയർന്നു. ഇറക്കുമതി രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളെ ഉറ്റുനോക്കുകയാണ് ബാങ്കോക്കിലെ കയറ്റുമതി സമൂഹം. ഏഷ്യൻ റബ്ബർ അവധി വിലകളിലും ഉണർവ് കണ്ടു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ ഒക്ടോബർ കിലോ 280 യെന്നിൽ നിന്നും 295 യെന്നിലേക്ക് ഉയർന്നു. എന്നാൽ സംസ്ഥാനത്തെ വിപണികളിൽ നിന്നും വില ഉയർത്താതെ ഷീറ്റ് സംഭരിക്കാനാണ് ടയർ കമ്പനികൾ നീക്കം നടത്തിയത്. കൊച്ചിയിൽ 4-ാം ഗ്രേഡ് ഷീറ്റ് 19,700 രൂപ. ഏലയ്ക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണയിൽ മികച്ച ഇനങ്ങൾ കിലോ 3,030 രൂപയായും ശരാശരി ഇനങ്ങൾ 2,441 രൂപയായും ഉയർന്നു. മൊത്തം 41,692 കിലോ ഏലയ്ക്ക ലേലത്തിനെത്തിയതിൽ 40,270 കിലോയും കൈമാറ്റം നടന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും ലേലത്തിൽ സജീവമായിരുന്നു. കൊച്ചി വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് കുറഞ്ഞ അളവിലാണ്. കാലവർഷത്തിനിടയിൽ അന്തരീക്ഷ താപനില കുറഞ്ഞത് മുളകിൽ ഈർപ്പം തട്ടാൻ ഇടയാക്കുമെന്ന ആശങ്കയിൽ ഒരു വിഭാഗം വാങ്ങലുകാർ അല്പം പിൻവലിഞ്ഞു. ഗാർബിൾഡ് മുളക് കിൻഡലിന് 68,900 രൂപയിൽ വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഉയർന്നതോടെ സാധാരണക്കാരന്റെ അടുക്കള ബജറ്റ് താളം തെറ്റി. മാസങ്ങളായി വില ഉയർന്നു നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരാഴ്ചക്കിടെ 40 രൂപയാണ് കൂടിയത്. ഒരാഴ്ച മുമ്പ് ലിറ്ററിന് 300 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 350 രൂപ കവിഞ്ഞു. ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില ഇരട്ടിയോളമാണ് കൂടിയത്. മാസങ്ങളായി പച്ചത്തേങ്ങയുടെ ലഭ്യതക്കുറവാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. കഴിഞ്ഞ ഒരു വർഷം തേങ്ങ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ജനുവരിയിൽ വെളിച്ചെണ്ണ വില 280 രൂപ വരെ എത്തിയിരുന്നു. ഫെബ്രുവരിയിൽ വില 30 രൂപയോളം കുറഞ്ഞെങ്കിലും മാർച്ചിൽ വില വീണ്ടും ഉയർന്നു. തേങ്ങകൾ കരിക്കാവുമ്പോഴേക്കും വിളവെടുക്കുന്നതാണ് പ്രധാനമായും വില വർദ്ധിക്കാനും ലഭ്യതക്കുറവിനും കാരണം. പച്ചത്തേങ്ങ വിലയും ഉയർന്നു നിൽക്കുകയാണ്. പച്ചത്തേങ്ങയ്ക്ക് കിലോ 68 രൂപയും കൊപ്രയുടെ വില കിൻഡലിന് 21,000 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. ദിവസം തോറും വില കൂടുന്നത് ചെറുകിട വെളിച്ചെണ്ണ മില്ലുകളെ പ്രതിസന്ധിയിലാക്കി. ഇത് മുതലെടുത്ത മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഇടുക്കിയിലെ ഏലം കർഷകരുടെ സ്വപ്നങ്ങൾ കവർന്നെടുത്ത് കാലവർഷം. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയാണ് നശിച്ചുപോയത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിൽ 1,159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഏലം നശിച്ചതായാണ് പ്രാഥമിക നിഗമനം. 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. മൺസൂണിനൊപ്പം എത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത്. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. നിലവിൽ 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന. സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ഉണ്ടായ പ്രതിസന്ധിയെ തരണം ചെയ്യാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. മത്സ്യലഭ്യതയിൽ കുറവ് വന്നതോടെ മുട്ടയുടെയും കോഴിയിറച്ചിയുടെയും വില കുതിച്ചുയരുകയാണ്. മെയ് ആദ്യവാരം 160 മുതൽ 180 രൂപ വരെയായിരുന്ന വില 250 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ബ്രോയിലർ കോഴിയിറച്ചിക്ക് 240 മുതൽ 250 രൂപ വരെയാണ് പുതിയ വില. 5 രൂപയായിരുന്ന കോഴിമുട്ട വില 7 രൂപയായി. കേരളത്തിലേക്ക് പ്രധാനമായും കോഴിയെത്തുന്ന തമിഴ്നാട്ടിൽ വേനൽച്ചൂട് വർദ്ധിച്ചത് വില വർദ്ധിക്കാൻ ഒരു കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി കോഴികളാണ് ദിവസവും ചാകുന്നത്. നാമക്കൽ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ലോഡെത്തുന്നത്.
ആവശ്യത്തിന് കോഴിയും കോഴിമുട്ടയും ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ വില കൂട്ടിയാണ് ലോഡ് ഇറക്കുന്നത്. വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. അതേസമയം തീറ്റ നൽകുന്നതിനടക്കമുള്ള ചെലവ് കണക്കാക്കിയാൽ ഒരു കോഴിക്ക് 110 രൂപയോളം വില വരും. ഇതുമൂലം വില വർദ്ധിക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കേരളത്തിലെ കോഴി കർഷകർ പറയുന്നത്. 110 രൂപയെങ്കിലും വില കിട്ടിയില്ലെങ്കിൽ കർഷകന് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാകും. അതേസമയം കേരള ചിക്കൻ ഇറച്ചിക്കോഴി 190-നും ജീവനുള്ള കോഴി കിലോ 120 രൂപയ്ക്കുമാണ് വിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിസ്ഥിതിയെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട സമൂഹമായി മാറാൻ കഴിയുകയുള്ളൂവെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പ്രകൃതി പാഠം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി പ്രശ്നം എന്നത് ജീവിത പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനാചരണം എന്നത് ഒരു ദിവസത്തേക്ക് ഒതുങ്ങാതെ ശ്രദ്ധിക്കണമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. മണ്ണ് രൂപപ്പെടാനുള്ള കാലയളവും പ്രകൃതിയിലെ പ്രക്രിയകളും അറിയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകും. ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ ഒരു പുഴ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നതും ഒരു തിരിച്ചറിവാണ്. തലച്ചോറിലും രക്തത്തിനും വരെ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തുന്ന വാർത്തകൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജലാംശയങ്ങൾ മാലിന്യം നിക്ഷേപിക്കുന്ന കുപ്പത്തൊട്ടിയായി മാറുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മന്ത്രി പറഞ്ഞു. VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ കർഷകർക്കായി പ്രകൃതി പാഠം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 198, RSS 5 194, ലാറ്റക്സ് 143, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 30,500, കൊപ്ര 21,300, ചുക്ക് 22,500.